നമ്മളിടുന്ന എല്ലാ പരിപാടിയും തകരുകയാണല്ലോ ശേഖർ. അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. ആ രവി പെട്ടെന്ന് കയറി വന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ശേഖർ, അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നോക്കിക്കോ, ഇന്ന് ഇംബാല കാറിൽ കറങ്ങുന്ന അവനെ നാളെ ഞാൻ തെരുവിൽ പിച്ചയെടുപ്പിക്കും. അതിനൊരു മാർഗമുണ്ട്. എന്താണത്? സുഗുവിനെ നമുക്കൊരു കരുവാക്കി മാറ്റണം. അയാൾക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളെ എങ്ങനെയെങ്കിലും കറക്കി ഞാനിവിടെ കൊണ്ടുവരും. ബാക്കി കാര്യം ഞാൻ ഏറ്റു ശേഖർ. സുഗു, സുഗു. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ആന്റി എന്തിനാ എനിക്ക് കാപ്പി കൊണ്ടുവന്ന്? എത്ര കാലമായി നീ എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട്? ആന്റി എന്നെ എന്തിനാ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല, ചെറുപ്പത്തിലേ കണ്ടതല്ലേ. എത്ര വർഷമായി നീ എങ്ങനെ വളർന്നു പോയി. അന്ന് നിന്നെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നീ എന്ന് വരുമെന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തുമാത്രം വേദനിച്ചു. എന്നും എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. സുഗു, സുഗു എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു? Why should I? ഞാൻ എന്തിനാ ആന്റിയെ പറ്റി ഓർക്കുന്നത്? എനിക്കൊരു അമ്മയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുമായിരുന്നു. സുഗു ഇന്നലെ വല്ലാതെ കുടിച്ചിരുന്നു. ഇങ്ങനെ കുടിക്കരുത് കുഞ്ഞെ. അത് സാരമില്ല മമ്മി, ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. ശീലിച്ചു പോയതല്ലേ, നീ അത് മാറ്റാൻ ഒക്കുമോ? എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും എനിക്കൊരു അമ്മ ഇല്ലാതായി പോയല്ലോ. ഞാനില്ലേ? അയ്യോ, അപ്പൊ എനിക്കോ? എന്തൊക്കെയായാലും മമ്മിക്ക് സുഖിന്റെ പെറ്റമ്മയാ സാധിക്കില്ല, ഇല്ലേ മമ്മി? യു ആർ കറക്റ്റ്. രവി പറയുന്നതാണ് സത്യം. ആണ്ടിക്ക് ഒരിക്കലും എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. ലക്ഷ്മി, ചൂടുള്ള ആ ദോശ ഇങ്ങ് കൊണ്ടുവരൂ. ഇഡ്ഡലിയും വേണം. പിന്നെ മുട്ട ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇങ്ങ് വേണം. വേഗം വേണം. What all this nonsense? നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? ഗുഡ് മോർണിംഗ് സു. ഗുഡ് മോർണിംഗ് മമ്മി. ആ പുസ്തക വായനയിൽ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ? സെയിം. ദിസ് ബുക്ക് ഈസ് അബൌട്ട് പെയിന്റിംഗ്. ഞാൻ ഒരുമാതിരിയൊക്കെ വരയ്ക്കുകയും ചെയ്യും. ഈ ചിത്രം കണ്ടോ? ദിസ് ഈസ് ഒറിജിനൽ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആയി തിരിച്ചറിയാൻ പറ്റില്ല. ഫോറിനിൽ അത്ര സമർത്ഥരായ ആർട്ടിസ്റ്റുകളാണുള്ളത്. അവിടെ ഒറിജിനൽ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റുന്നത്? ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആക്കി മാറ്റുന്നവരാണുള്ളത്, അല്ലേ മമ്മി? വാട്ട് ആർ ഡൂയിങ് ആന്റി? നിങ്ങൾ കൈകൊണ്ടെടുത്ത് വെക്കുന്നത് എന്തെങ്കിലും രോഗം പിടിക്കും. എന്തിനാ ഫോർക്ക് സ്പൂണൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കൈ കൊണ്ട് വരാതെ മുറിലേക്ക് കൊടുത്തയക്കും. മമ്മി, എന്താ മമ്മി? അവൻ പോയെങ്കിൽ പോട്ടെന്നേ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. മമ്മി മമ്മിയുടെ കൈ കൊണ്ട് എനിക്കെടുത്ത് വെച്ചാ ഞാൻ കഴിക്കാം. എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും രോഗം വരുമെന്നോ? മമ്മിയുടെ കൈ കൊണ്ട് എടുത്തതെന്ന് എനിക്ക് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ വരട്ടെ, ഞാൻ സഹിച്ചോളാം.
എന്തു വേണം? ശ്രീദേവി ഇല്ലേ? ഉണ്ട്. അവരോടൊപ്പം സംസാരിക്കാനുണ്ട്. വരൂ. ഇരിക്കെ. മോളെ ശ്രീദേവി, എന്തു വേണം? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണമെന്നില്ല. പ്ലീസ്, ദേഷ്യപ്പെടരുത്. നിങ്ങളോട് ദേഷ്യപ്പെടാൻ ഞാനാരാ? ഞാൻ കാരണമാണല്ലോ ശ്രീദേവിയുടെ അച്ഛൻ മരിച്ചത്. ആ ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ. സാധാരണ പണക്കാർക്ക് അതുണ്ടാവാറില്ല. ഞാനൊരു പണക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്, ചെയ്ത തെറ്റിന് മാപ്പി ചോദിക്കാൻ. ഞാൻ കാരണം ശ്രീദേവിയുടെ ജോലി പോയെന്നറിഞ്ഞു. അതിന് നിങ്ങൾ വിഷമിക്കണമെന്നില്ല. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ശ്രീദേവി വീണ്ടും ആ പത്രം ഓഫീസിൽ ജോലിക്ക് പോകണം. നിങ്ങൾ പറയുമ്പോൾ ജോലിക്ക് പോകാനും നിങ്ങളുടെ അമ്മ പറയുമ്പോൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനും ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവയാണോ? ക്ഷമിക്കണം, ആ ഉദ്ദേശത്തോടെയല്ല ഞാൻ പറഞ്ഞത്. ശ്രീദേവി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചാൽ എന്നോട് ക്ഷമിച്ചു എന്നെനിക്ക് ആശ്വസിക്കാം. ഞാൻ ഇറങ്ങുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആ പയ്യന്റെ സ്വഭാവം ആപ്പാടെ മാറിപ്പോയെന്ന് തോന്നുന്നു, ഇല്ലേ മോളെ? അന്ന് മമ്മി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രീദേവിയെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഞാൻ പറയുന്നു അവരെ തിരിച്ചെടുക്കണമെന്ന്. അല്ലെങ്കിൽ തനിക്ക് പരസ്യമില്ല. അയ്യോ വേണ്ട സാർ, അതൊന്നും വേണ്ട സാർ. ഞാൻ ശ്രീദേവി വിളിച്ച് ഇപ്പൊ തന്നെ ജോലി കൊടുക്കാം. ശ്രീദേവി വീട്ടിലാണ്. ഫോർമാൻ വിളിച്ച് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതാ എനിക്ക് നല്ലത്. ഞാൻ വരാം. മനസ്സിലായോ? അന്ന് അമ്മ പറഞ്ഞു ഇടത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. ഇന്ന് മകൻ പറഞ്ഞു വലത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാഞ്ഞ് ഞാൻ അടിവെച്ച് വിടാച്ചാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ സുകുമാരൻ തമ്പി, വിദേശത്തിൽ നിന്നും വന്ന് ഈ ഫാക്ടറിയുടെയും മറ്റു സ്വത്തുക്കളുടെയും ചുമതല ഏറ്റെടുത്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സഹായ സഹകരണങ്ങൾ മിസ്റ്റർ സുകുമാരൻ തമ്പിക്കും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും, നമുക്ക് അകത്തേക്ക് പോവാം.